ഗൈസ് വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മുടെ ഷിൻചാനായിട്ട് കടൽ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഷിൻചാൻ കിടന്ന് കരച്ചിലോട് കരച്ചിൽ ഇന്നലെ കിടന്നിട്ട് അവന് കടൽ കാണണം, കടലിൽ നീന്തണം എന്ന് പറഞ്ഞിട്ട് അല്ലോ ഷിൻചാനെ. അതെ അത് വേറൊന്നല്ല ഗൈസ്. ഇന്നലെ ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ട. ആ സ്വപ്നത്തിൽ ഞാൻ നന്നായിട്ട് നീന്തണതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ ഏതായാലും സ്വപ്നത്തിൽ കണ്ടതുപോലെ റിയൽ ആക്കാന്ന് ഓർത്ത് നേരെ മാമനായിട്ട്. അതെ അവന്റെ ആഗ്രഹമാണല്ലോ എല്ലാം. അപ്പൊ ആഗ്രഹിക്കുമ്പോഴേക്കും ഞാൻ പാവം നമ്മുടെ ഷിൻചാൻ അല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവന് നിറവേറ്റി കൊടുക്കുന്നത്. പാവം ചെക്കൻ എന്ത് ചെയ്യാനാണ്, അവന് നിപ്പ് തന്നെ ഉണ്ടല്ലേ, കണ്ടിട്ട് സങ്കടം വന്നി. പാവം എന്റെ മോൻ. മാമ വാ, നമുക്ക് സമയമൊന്നും കളയാനില്ല. കടലൊക്കെ നല്ല രസമായിട്ട് ഇരിക്കുന്ന സമയം, നമുക്ക് പോയി ചാടാ. വാ, വേഗം പോവാന്ന് പറഞ്ഞില്ലേ, വേഗം വാ. ഷിൻചാനെ നമുക്ക് ഇപ്പൊ തന്നെ പോവാ. വാ, നീ നടന്നു വാ, എന്റെ പുറകെ വാ. നീ നിനക്ക് നടക്കാറിയോ നോക്കട്ടെ, ഇല്ലെങ്കിൽ എന്നെ എടുത്തോണ്ട് പോകാമെന്നും പറയരുത് എന്റെ അടുത്ത് ഷിൻചാനെ. നല്ല ആഴമുള്ള കടലാണേ, നീ അധികം ദൂരത്തോടൊന്നും പോകാൻ നിൽക്കണ്ടട്ടാ ഷിൻചാനെ. ഞാൻ ഇപ്പോഴും പറഞ്ഞാണ്, ഞാൻ നീന്തണതിന്റെ അവിടെ ഭാഗത്തൂടെയൊക്കെ മാത്രം നീ നീന്തി കിടന്നാൽ മതി. എന്റെ തൊട്ടരികത്തൊക്കെ എന്നോളണം. പിന്നെ വേറെ ഒന്നും അല്ല, നീന്തി പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടില്ല. ഞാൻ അത്രക്ക് വലിയ പ്രോ നീന്തറാന്നുള്ള കാര്യം നിനക്ക് അറിയാലോ ഷിൻചാനെ. അപ്പൊ നീ നിന്റെ കാര്യം നീ സൂക്ഷിച്ച് നോക്കിക്കോളാം കേട്ടോ. എന്നാ വാ, ഒന്നും നോക്കാനില്ല. വാ കുട്ടാ, വാ ചാടാ, നമുക്ക് നേരെ ചാടിക്കോ. ചാടാൻ പറഞ്ഞപ്പോ നമ്മുടെ പയ്യന്റെ വലിയ സന്തോഷം കണ്ടേ, ഷിൻചാന്റെ സന്തോഷം. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ ആക്ച്വലി ഇവിടെ വരെയൊക്കെ കൊണ്ടുവന്നേ. പിന്നെ നിങ്ങൾ ഈ സന്തോഷം കാണുന്നില്ലേ? ഈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അവന്റെ ഡാൻസ് നോക്കും, പാവം നമ്മുടെ ചെക്കൻ. അവനെ ഇതേപോലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് നേരെ അവന്റെ ആഗ്രഹത്തിലേക്ക് കിടക്കാം. നമുക്ക് നേരെ വെള്ളത്തിൽ ചാടാം, ഒന്നും നോക്കാനില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഷിൻചാനായിട്ട് വീണ്ടും കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അവൻ എന്റെ പുറകെ തന്നെ നടന്നു വന്നിട്ടുണ്ട്. അവനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കാരണം ചെക്കന് പൊക്കമില്ലാത്തതുകൊണ്ട് അവൻ വീട്ടിൽ പോലും കുളിക്കാത്ത പയ്യനാണ്. അവന് നമ്മുടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ട് പോലും അവിടെ കുളിക്കാത്തവനാണ്. എടാ ഷിൻചാനെ, ഇതേപോലെ നീന്തണം, നീ കണ്ടാ നീ വാങ്ങി. എടാ ഷിൻചാനെ, നീ ഇങ്ങനെ മുങ്ങല്ലേ, നീ ഇങ്ങനെ രക്ഷിക്കണെന്തിനാ? നീ നല്ല കൈയും കാലുള്ള ചെക്കനല്ലേ, നീ നീന്തി ഇങ്ങോട്ട് വന്നേ. നീ വന്നേ, നിനക്ക് നോക്കട്ടെ കയറി വരാൻ പറ്റും. എന്താ നീ വരുന്നുണ്ടല്ലോ മര്യാദയ്ക്ക്. കയറി അതുപോലെ തന്നെ കറക്റ്റ്. എന്തെന്നാലും ഒന്ന് പോടാ ഷിൻചാനെ. എടാ നല്ല മഴ വരാൻ പോകണ്ടട്ടാ. ഓ മാമ, മഴയും തുടങ്ങിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ മാമ? എന്ത് ആക്ടിവിറ്റി കൂട്ടാ? മാമ അതെ ഒരു വാട്ടർ സ്കൂട്ടർ പോണു മാമ. നമുക്ക് അതേ പറ്റി സാധനം വാങ്ങിച്ചാലോ മാമ? എടാ വാങ്ങിക്കാനല്ല, അത് എവിടെയെങ്കിലും പോയി അത് വാടക എടുക്കണം. അത് അപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ അയാളുടെ പുറകെ ഒന്ന് പോയി നോക്കട്ടെ. എടാ നീ എന്റെ പുറകെ വരുമോ ഷിൻചാനെ? ആടാ, ഓക്കെ മോനെ. ഷിൻചാനെ അയാളെ കിട്ടില്ലടാ, അയാൾ കടന്നു കളഞ്ഞടാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യോടാ ഷിൻചാനെ? പണി പാളിയല്ലോടാ ഷിൻചാനെ, എന്ത് ചെയ്യും ഇനിയിപ്പോ? നമുക്ക് ആ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് പോയി കറങ്ങി നോക്കാന്ന്. മാമനെ കൊണ്ടേ പറ്റും. എന്റെ പൊന്ന് ഷിൻചാനെ, അനാവശ്യ കാര്യങ്ങൾ പ്രോത്സാഹനം നൽകി പല തവണ എന്നെ കൊണ്ട് കുഴി ചാടിച്ചവനാണ് നീ. അതൊക്കെ പണ്ടല്ലേ മാമ, ഞാനന്ന് കുഞ്ഞായിരുന്നു. മാമൻ ഇപ്രാവശ്യം എന്തായാലും ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല മഴയായതുകൊണ്ടാണ് മാമനും അങ്ങോട്ടും കിടന്ന് ഓടിയിട്ട് കാര്യമില്ല മാമൻ. അവിടെ ഒരു ചേച്ചി. ആടെ ഷിൻചാനെ ഞാൻ കണ്ടു നിന്നെ മുമ്പ്, അതല്ലേ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ പോയി ചോദിച്ചിട്ട് ചേച്ചി ഇവിടെ അടുത്ത് ഈ ബോട്ട് റെന്റിന് കൊടുക്കണം എവിടെ ചേച്ചി? മറ്റേ വാട്ടർ സ്കൂട്ടർ വെള്ളത്തിൽ കൂടെ ചീറ്റി ചോടിക്കുന്ന സാധനമില്ല, എനിക്ക് ഷിൻചാൻ ഓടിക്കാനായിട്ട് ചേച്ചി. എന്റെ പൊന്നു മോനെ, എനിക്കറിയാൻ പാടില്ല. എനിക്ക് തുമ്മനും പനിയും വന്നിട്ട് അത് തിരിച്ചെന്റെ വീട്ടിൽ പോവാ മോനെ. എന്റെ പുറകെ വരണ്ട, എനിക്ക് വയ്യ മോനെ. നല്ല മഴയാ, നിനക്കൊക്കെ പ്രാന്താ മോനെ. എടാ ഷിൻചാനെ, ഓടിപ്പോണ ചേച്ചി നമുക്ക് ഭ്രാന്താന്ന് വരെ പറഞ്ഞടാ. അങ്ങനെ അത്ര പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും നമുക്ക് ആ വാട്ടർ സ്കൂട്ടർ കണ്ടെത്തണോടാ ഷിൻചാനെ, ഉറപ്പാണ്. ചേട്ടാ ഈ ചേട്ടനോട് ചോദിച്ചോക്കെ, ചേട്ടാ ഇവിടെ അടുത്ത് വാട്ടർ സ്കൂട്ടർ. അയാളും മൈൻഡ് ചെയ്യാനുള്ള ഷിൻചാനെ. എന്താണ് ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാരും നമ്മളെ മൈൻഡ് ചെയ്യണല്ലോടാ ആരും. ഇയാളും അത് തന്നെ മൈൻഡ് ചെയ്യുന്നില്ലടാ ഷിൻചാനെ. ഞാൻ ചേച്ചി ഇങ്ങാടും കിടന്ന് ഓടുന്നു. എടാ ഷിൻചാനെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാടാ ഷിൻചാനെ. നമ്മൾ അതിനെ ആരോടും ചോദിക്കണ്ടായില്ല. വാടാ ഷിൻചാനെ. അത് മതി മാമ, നല്ല കാര്യം. മാമനാണ് പറഞ്ഞ നല്ല ഐഡിയ മാമ. നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോയി നോക്കാം. പൊക്കത്തോടെ എന്താ പോകുന്നുണ്ടല്ലോ മാമ. ഒന്നുമില്ലടാ, ചെറിയൊരു ഹെലികോപ്റ്റർ പോയതാ. അപ്പൊ ഗായ്സ് ഫൈനലി ഞങ്ങൾക്ക് വാട്ടർ സ്കൂട്ടർ കിട്ടിയിരിക്കുന്നു. കേരള ഷിൻചാനെ മോനെ, കേരള അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി ഗായ്സ്. ഷിൻചാൻ കയറി, ഞങ്ങളിത് പറപ്പിക്ക്. ഷിൻചാനെ പിടിച്ചിരുന്നോടാ മോനെ. തിരമാല പിടിച്ചിരുന്നു. ഓ ഇടിച്ചു. പിന്നെന്താ സീൻ. ഇത് ഭയങ്കര ഫണ്ണായിട്ട് ഷിൻചാനെ. ഇത് കൊള്ളാം. അടുത്ത തിരമാല കേട്ടിട്ടേ. ഓ അടിപൊളി. ഇവിടെ ഇത് സീനാ. ദേടാ ഒരു ബോട്ടിലാ ഷിൻചാനെ. ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന്. നമുക്ക് ആ ബോട്ടിന്റെ അടുത്ത് നിന്നിട്ട് ഒന്ന് ഹോൺ അടിച്ചു നോക്കാടാ ഷിൻചാനെ, എന്താ സംഭവിക്കുന്നതൊക്കെ. ഷിൻചാനെ നീ പിടിച്ചിരുന്നോട്ടോ. അവര് ഹോൺ അടിച്ചപ്പോ തന്നെ അവര് സ്പീഡിൽ പോണ്ട. എന്നാ പിന്നെ അവരുടെ പുറകെ വാട ഷിൻചാനെ, പിടിക്കടാ. കൊള്ളാം. ശരിക്കും ഫണ്ണായിട്ട് മാമ. നമ്മൾ വിചാരിച്ച പോലെ അല്ലട്ടോ ഇത്. സൂപ്പർ. ഈ തിരമാലയൊക്കെ വന്ന് നമ്മുടെ ബോട്ട് പറന്നു പോവാണ്. ഓ സീൻ. ഷിൻചാനെ അതേ നീ അങ്ങോട്ട് നോക്കി ഒരു റാമ്പ് കണ്ടോ? ഞാൻ ആ റാമ്പിൽ കൂടി ചാടിക്കാൻ വേണ്ടി പോവാണ്. നീ പിടിച്ചിരുന്നോ ഷിൻചാനെ? പിടിച്ചിരുന്നോട്ടോ. ഓ അത് പിന്നെ നിനക്ക് അറിയാലോടാ മോനെ.
ഷിൻജാനെ നമുക്ക് പയ്യെ തിരിച്ചു പോവാടാ. കാരണം നമ്മുടെ ചോപ്പിന് നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ബോട്ട് തിരിച്ച് ഏൽപ്പിച്ചേക്കാം അല്ലേ? ഇവിടെ വെച്ചിട്ടുണ്ട് ചേട്ടാ നിങ്ങളുടെ ബോട്ട് വെച്ചിട്ടുണ്ടേ. ഞങ്ങള് തിരിച്ചു പോവാണ്. വാടാ ഷിൻജാനെ. ഞാൻ വന്നു, വാ നമുക്ക് പോയേക്കാം. നീ പറയടാ ഷിൻജു, നീ എങ്ങനെ നീ ഇതൊക്കെ എൻജോയ് ചെയ്തായിരുന്നു? എൻജോയ് ചെയ്തായിരുന്നു മാമ. ഞാൻ തകർത്താടി മാമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാമ. സൂപ്പർ ആയിരുന്നു മാമ. അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചു മാമ. ഓക്കേടാ ഷിൻജാനെ. അപ്പൊ നമുക്ക് പയ്യെ പോവാ. നല്ലൊരു മഴക്കോളാണെന്നുള്ള അന്തരീക്ഷം മുഴുവൻ മാറിയല്ലോ മാമ. അതെ, ഫുൾ ഇടിവെട്ടും നല്ല കാറ്റും മഴയൊക്കെ ആയല്ലോ. എന്താ പറ്റിയേ? ഫുൾ ഇരുട്ടാവുന്നുണ്ടല്ലോ മാമ. കടലിലേക്കൊക്കെ നോക്കിയാ നന്നായിട്ട് തിരമാലകളൊക്കെ ഭയങ്കര അയ്യോ ഭയങ്കര മഴ വരാൻ തുടങ്ങിയല്ലോ മാമ. ഇതെന്താ ഇങ്ങനെ ഇവിടെ സംഭവിക്കണേ? എടാ ഷിൻജാനെ, നമുക്ക് അധികം നേരം ഇവിടെ നിക്കണ്ട. നമുക്ക് വേഗം പോവാ. അതെ, നല്ല ഇടിവെട്ടുണ്ട്. നമുക്ക് വേഗം പോവാ. നമ്മുടെ ചോപ്പിൽ എന്തായാലും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പെട്ടെന്ന് വീട്ടിലെത്തണം. എനിക്ക് ഈ മഴ കണ്ടിട്ട് അത്ര പന്തി തോന്നുന്നില്ല. നമുക്ക് വേഗം പോവാടാ ഷിൻജാനെ. എനിക്ക് നല്ലോണം പേടിയാവുണ്ട് മാമ. നമുക്ക് വേഗം പോയേക്കാം മാമ. ഇനി ഇവിടെ നിക്കണ്ട. അതെ. എടാ ഷിൻജാൻ എന്തൊരു ഒച്ച കേൾക്കണത്? ഇവിടെ ഒരു ഒച്ച കേൾക്കുന്നുണ്ടോ ഷിൻജാനെ? എടാ ഷിൻജാനെ, ഇത് ബാക്കിൽ ഉൾക്ക വീഴുക. ഷിൻജാനെ വേഗം വാ. അതെ, നമ്മുടെ വണ്ടിയിൽ പോയി നമുക്ക് പെട്ടെന്ന് കയറാം. ഇവിടെ രക്ഷപ്പെടാം. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഇത് മാത്രം മാർഗമുള്ളൂ. നീ വേഗം എന്റെ പുറകെ വാ. നീ പെട്ടെന്ന് നമ്മുടെ വണ്ടിയിൽ കയറുത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. വേഗം വാ ഷിൻജാനെ. പെട്ടെന്ന് കയറി. വന്ന് കേറണ ഷിൻജാനെ, സമയം കളയല്ലേ ഷിൻജാനെ. എനിക്ക് തോന്നുന്നു ഈ ഭൂമി അവസാനിക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. ഇത് എല്ലായിടത്തും ഇത് തന്നെ വീഴാണ്ടിരിക്കണം. ഈ അന്തരീക്ഷത്തിന്റെ ഇത് മാറിയാണ്ടില്ലേ? പെട്ടെന്ന് നമ്മളവിടെ നിന്നപ്പോഴേക്കും പെട്ടെന്നെല്ലാം മാറി ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടി തെറിച്ചു പോകണോ ഷിൻജാനെ? പിടിച്ചിരുന്നോ? ഷിൻജാനെ, നീ ടെൻഷൻ അടിക്കണ്ട. മാമനില്ല നിന്റെ കൂടെ. ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിക്കും. നീ പേടിക്കണ്ട ഷിൻജു. ഷിൻജാനെ, നീ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ വണ്ടി ഓടിക്കണല്ലേ. വേഗം എത്തിക്കാൻ നമുക്ക്. നീ പേടിക്കണം. നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക ഷിൻജാനെ. ഇതിന്റെ ഇടക്ക് വണ്ടിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, പിന്നെ നമ്മുടെ പൊക്കത്തൊന്നും വന്ന് വീണു ഷിൻജാനെ. റോഡിലേക്ക് വണ്ടി കയറ്റി വേഗം. എനിക്ക് ശരിക്കും എന്റെ കയ്യും കാലും ഒക്കെ ഫുള്ള് വിറയ്ക്കുന്നു. ഫുൾ തീയൊക്കെ വരുന്നു മാമ. പ്ലീസ് മാമ, പെട്ടെന്ന് റോഡിലേക്ക് എടുക്കും. ഷിൻജാനെ, നീ പേടിക്കണ്ട. മാമ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഷിൻജാനെ. ഉറപ്പായിട്ടും നമ്മള് വീട്ടിലെത്തിയിരിക്കും ഷിൻജാനെ. ഞാൻ നിന്നെ ഉറപ്പായിട്ടും വീട്ടിലെത്തിക്കും. നീ ടെൻഷൻ അടിക്കണ്ട. നമ്മള് ചോപ്പിനെ രക്ഷിക്കുകയും ചെയ്യും ഷിൻജാനെ. ഷിൻജാനെ, നീ പേടിക്കണ്ടടാ. ഗായ്സ്, നിങ്ങൾ കാണുന്നില്ലേ ഇത്? നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. എനിക്ക് നല്ല ടെൻഷനാണ് മാമ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല മാമ. പ്ലീസ് ഓ മാമ. മാമ ലെഫ്റ്റ് എടുക്ക് മാമ. പോട്ടെ. മാമ നോക്കുന്നേ, വേറെ വണ്ടിയുടെ പൊക്കത്തൊക്കെ വീട് കിടക്കുന്നു മാമ. എനിക്ക് ഇതൊക്കെ എങ്ങനെ നമ്മുടെ വീട് ബാലൻസ് ഉണ്ടാവും മാമ? വീട് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത എനിക്ക് ഇല്ലെന്നാ തോന്നുന്നു മാമ. ഷിൻജാനെ, നമ്മുടെ വീട് എന്തായാലും ഉണ്ടാവണം. നമ്മുടെ വീട് അത്ര സ്ട്രോങ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ അതുകൊണ്ട് പേടിക്കണം ഷിൻജാനെ. നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിയാൽ നമ്മൾ സേഫ് ആവും ഷിൻജാനെ. എന്റെ കാശ് നോക്കൂ, ഇവിടെയൊക്കെ ഫുള്ള് വീണോണ്ടിരിക്കുകയാണ്. എന്റെ ഷിൻജാന്റെ വണ്ടിയിലിരുന്ന് പേടിച്ചെന്ന് വണ്ടി ഓടുന്നത് പോകും മാമ. എനിക്ക് പേടിയാവുന്നു. റിവേഴ്സ് നമുക്ക് നേരെ പോട്ടെ മാമ. അതിനിടയിൽ വണ്ടിക്കാരൊക്കെ മണ്ണ് വട്ടം നിൽക്കുന്നു. അതെ, എല്ലാവരും പേടിച്ച് ടെൻഷനായിട്ടാ ഷിൻജാനെ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ വരുന്നത്. ഷിൻജാനെ, നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴി കയറി പോവാ ഷിൻജാനെ. നമുക്ക് വീട്ടിലേക്ക് ഇനി അധികം ദൂരമില്ല. നമ്മൾ നിസ്സാര ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. നമുക്ക് പേടിക്കാനൊന്നുമില്ല ഷിൻജാനെ. നീ ടെൻഷൻ അടിക്കല്ല. നീ മാമന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നോ ഷിൻജാനെ? ഓ ഷിൻജാൻ, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് മാമ. കുഴപ്പമില്ല. വേഗം എടുക്കും മാമ. എനിക്കിത് പറ്റുന്നില്ല മാമ. എനിക്ക് നല്ല കരച്ചിൽ വരുന്നു മാമ. എനിക്ക് പേടിയാവണം മാമ. ഫുള്ള് ഇവിടെയൊക്കെ ഫുള്ള് മാമ. നമ്മുടെ സിറ്റി ഫുള്ള് നശിക്കുവാണല്ലോ മാമ. നമ്മൾ എന്ത് ചെയ്യും മാമ? നമ്മൾ ഇനി എങ്ങനെ പുറത്തു വരും മാമ? നമ്മുടെ സിറ്റിയൊക്കെ ഉണ്ടല്ലോ മാമ ഇനി. ഷിൻജാനെ, എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളതാണ്. ഇത് ഉൽക്കകൾ വീഴുന്നതാണ് ഷിൻജാനെ. ഇത് ബേസിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് ഭൂമിയുടെ അതുപോലെ തന്നെ വേറെ പ്ലാനറ്റ്സിന്റെ ഒക്കെ കുറെ അവശിഷ്ടങ്ങൾ ഇതേപോലെ പൊട്ടിത്തെറിച്ച് ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് ഷിൻജാനെ. ഇത് മീറ്റിയോർ ഷവർ എന്നാണ് ഷിൻജാനെ പറയുന്നത്. മലയാളത്തിൽ നമുക്ക് ഇതിന് ഉൽക്കയെന്ന് പറയാം ഷിൻജാനെ.
ഞാൻ ആക്സിലേറ്ററിൽ കാലെടുത്തിട്ട് ഞാൻ ചവിട്ടി പിടിച്ചേക്കോണം ഷിൻചാനെ. പക്ഷെ ഇവിടെയൊക്കെ ഇതാ ഭൂമിയൊക്കെ കുലുങ്ങുന്നുണ്ട് ഷിൻചാനെ. ഇവിടെയൊക്കെ ഇത് എന്താ സംഭവിക്കണത് ഷിൻചാനെ? നീ പേടിക്കേണ്ട കാര്യമില്ല, ഇത് എന്തായാലും കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പേടിക്കേണ്ട. നമുക്ക് ഉറപ്പിക്കുക, എനിക്ക് അത്ര ഉറപ്പുണ്ട്. ഞാനിത് ഇതിനു മുന്നേ ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഷിൻചാനെ. ഇത് ഉറപ്പായിട്ട് കുറച്ച് നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു പ്രതിഭാസമാണ് ഷിൻചാനെ. ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഭൂമിയുടെ എല്ലാ അവസ്ഥയും താളവും തെറ്റുന്നതാണ് ഷിൻചാനെ. പക്ഷെ കുഴപ്പമില്ല ഷിൻചാനെ, എന്തായാലും എല്ലാം നോർമൽ ആവും ഷിൻചാനെ. നീ ടെൻഷൻ അടിക്കണം ഷിൻചാനെ. എനിക്ക് വണ്ടി ഷിൻചാൻ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഷിൻചാനെ. എനിക്ക് ശരിക്കും ഭൂമി കുലുങ്ങുന്നതായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഷിൻചാനെ. നമുക്ക് എവിടെയും പെട്ടെന്ന് നമുക്ക് എത്താം. നമ്മുടെ വീടിന്റെ വഴി നമ്മൾ എത്താറായി, ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി ഷിൻചാനെ. നമ്മൾ തൊട്ടടുത്ത് എത്താറായി. നമ്മുടെ വീടിന്റെ സൈഡിലുള്ള എല്ലാ വീടുകളിലും ഈ ഉൽക്ക വന്ന് വീഴുന്നുണ്ട് ഷിൻചാനെ. നമ്മുടെ നമുക്ക് വീട്ടിലേക്ക് കേറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാമ. നമ്മുടെ വീട് ഫുൾ ഇത് വീട് മൂടിയിരിക്കുന്നു തോന്നുന്നു മാമ. മാമ കേറി കേറി ലെഫ്റ്റ് തന്നെ ആ വഴിയല്ലേ നമ്മുടെ വീടിന്റെ വഴി എത്തി മാമ. നമ്മുടെ ചോപ്പിൽ നമുക്ക് കണ്ടുപിടിക്കണം മാമ. പെട്ടെന്ന് കേറും മാമ. മാമ എനിക്ക് പേടിയാണ് മാമ. മാമ ഇനി എന്തായാലും വീടില്ല. ഓ മാമ നീ വന്നു. മാമ നമ്മൾ ഇതിലൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് വീടെത്താൻ നമ്മുടെ വീടിന്റെ പൊക്കത്തൂടെ ഒരു വലിയ മാമ റിവേഴ്സ് ഞാൻ എടുക്കുവാ, റിവേഴ്സ് എടുക്കുവാ. നീ പേടിക്കണ്ട, അതേ ഞാൻ പേടിക്കണ്ട. ഞാൻ ചവിട്ടെടുക്കാൻ പോകും. ഈ സൈഡിൽ കൂടെ കേറാൻ പോകാൻ ഞാൻ എന്തേ പിന്നെ ഫ്രണ്ടില് റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് കേറാം. വാ 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 ഷിൻചാനെ, പെട്ടെന്ന് ഇറങ്ങിക്കോ ഷിൻചാനെ, പെട്ടെന്ന് ഇറങ്ങി വാടാ ഷിൻചാനെ. ഭാഗത്തോട്ട് കയറാം നമുക്ക് പെട്ടെന്ന്. വാ വാ വാ. ഓ ഷിൻചാനെ, നീ ഓക്കെയാണോ? നീ ഓക്കെയാണോ? എന്നാ ഒന്നും നോക്കാനില്ല, വാ മതില് ചാട്. അപ്പുറത്തോട് കറങ്ങി വാ ഷിൻചാനെ, പെട്ടെന്ന് വാ. നീ ഇങ്ങനെ അവിടെ തന്നെ നിക്കല്ലേ, വാ മതില് ചാടിക്ക്. ഞാൻ വന്നു, ഞാൻ ചാടി. നീ ആ മതിൽ സൈഡിൽ എവിടെ നിന്നെ നോക്കട്ടെ. ആ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ആ സൈഡിലേക്ക്, ഞാൻ അങ്ങോട്ട് ചാടി ഷിൻചാനെ. സമയം കളയാണ്ട് എന്റെ പുറകെ ഓടി വാടാ, വേഗം വാ. എന്നിട്ട് ഇതും ചാടി കിടക്കണം. നമ്മുടെ വീടാണ് കാണുന്നത്. വേഗം വാടാ ഷിൻചാനെ. ഞാൻ പറയട്ടെ, നീ താഴെ കൂടെ അകത്തൂടെ കേറി നോക്കിയിട്ട് ഫുള്ള് വാ. ഞാൻ ഇവിടെ നോക്കിട്ട് അവനെ കാണുന്നില്ല. ഞാൻ പൊക്കത്തെ സൈഡിലെ ബാൽക്കണി സൈഡിൽ നോക്കട്ടെ. അപ്പോഴേക്കും നീ താഴെ ഫുള്ള് നോക്കണം കേട്ടോ ഷിൻചാനെ. നീ അതുപോലെ തന്നെ അകത്തോട്ട് പോയി നോക്ക്. വേഗം ചെല്ലു, നോക്കൂ, അകത്തോട്ട് നോക്കൂ. ചെല്ലു ഷിൻചാനെ, നീ പുറത്തോട്ട് നടക്കല്ലേ ഇങ്ങനെ. ഞാൻ അപ്പുറ സൈഡിൽ കൂടി പോയി നോക്കിയിട്ട് വരാം ഷിൻചാനെ. ഞാൻ ആ സൈഡിൽ കൂടി പോയിട്ട് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ കൂടി പോയി അവിടെ ഉണ്ടോ നോക്കിട്ട് ഞാൻ വരാം അകത്ത്. നീ ആ സൈഡിൽ അകത്തോടി വാ വാ വാ. ചോപ്പ്, ഹലോ ചോപ്പ്, നീ എവിടെയാണ് ചോപ്പ്? ഷിൻചാൻ, നിനക്ക് കിട്ടിയോ അവനെ? ഇല്ല മാമ, ഞാൻ താഴെ ഫുള്ള് നോക്കി, അവൻ അവിടെ എങ്ങും ഇല്ല മാമ. നമ്മൾ ഇനി എവിടെ പോയി അന്വേഷിക്കും? ഷിൻചാൻ, ഞാൻ ഇവിടെ താഴെ ഫുള്ള് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കട്ടെ. അകത്തൊക്കെ കയറി നോക്കാം. വാ എന്റെ പുറകെ വാ. ചോപ്പ്, നീ എവിടെയാണ് ചോപ്പ്? നിന്നെ കാണുന്നില്ല ചോപ്പ്. ഹലോ ചോപ്പ്, ഷിൻചാനെ വിളിക്കണം. ചോപ്പ്, നീ എവിടെയാണ് ചോപ്പ്? ഞങ്ങളെ വെറുതെ ഭയപ്പെടുത്താതെ നീ പെട്ടെന്ന് പുറത്തേക്ക് വാ ചോപ്പ്. മാമ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മാമ. ആടാ, അത് തന്നെയാ ഞാനും നോക്കണം. ഇവന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ദൈവം, ഇനി എവിടെ പോയി അന്വേഷിക്കും നമ്മള്? എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പോയി. അവരാണെങ്കിൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇനി എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടാവും. മാമ നമുക്ക് ടെൻഷൻ അടിക്കാണ്ട് നോക്കാം മാമ. നമ്മൾ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ടെൻഷൻ അടിച്ച് നോക്കിയാൽ നമുക്ക് ഒരു സാധനം കിട്ടത്തില്ല മാമ. നമുക്ക് സമാധാനപരമായിട്ട് നോക്കാം. ഞാൻ താഴെ കൂടി അപ്പുറത്തൂടെ വരാം. മാമ പൊക്കത്തേക്ക് എന്നിട്ട് അതുവഴി വാ. ഓക്കെ, ഞാൻ പൊക്കത്തൊന്നും കൂടി പോയി നോക്കട്ടെ. ചെല്ലട്ടെ. ഓക്കെ ചോപ്പ്, നീ എവിടെയാണ് ചോപ്പ്? നിന്നെ കാണുന്നില്ല. ഹലോ ചോപ്പ്. ദൈവമേ, വലിയ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടോ? മാമ, അവനെ കാണാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല മാമ. ഞാൻ അകത്തൊക്കെ ഫുൾ അരിച്ചു പിറക്കി മാമ. ഇവിടെ ഇനി അവനെ കാണാനുള്ള വഴിയില്ല മാമ. ഷിൻചാനെ, നിനക്ക് ചോപ്പിനെ അറിയാലോ. അവൻ നല്ലൊരു വലിയൊരു കില്ലാടിയായ പയ്യനാണ്. അവൻ എന്തായാലും അവനെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അവൻ എവിടെയെങ്കിലും ഒക്കെ പോയി ഒളിച്ചിരിപ്പുണ്ടാവും. ഞാൻ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ സൈഡിലും കൂടെ പോയി നോക്കട്ടെ. ഞാൻ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ അകത്തൊന്നും ഇല്ലടാ അവൻ. ഞാൻ ഫുള്ള് നോക്കി, അവിടെ ഒന്നും ഇല്ല. ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന്. ഓ ചോപ്പ്, നീ എവിടെയായിരുന്നു? നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കാത്ത സ്ഥലമില്ല. ഓ ഷിൻചാനെ, കുഴപ്പമില്ലടാ. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുന്നു. കുഴപ്പമില്ല, അവൻ എന്തെങ്കിലും വന്നല്ലോ, നമുക്ക് അത് മതി ഷിൻചാനെ. നമ്മൾ രക്ഷപ്പെട്ടു. എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഷിൻചാനെ. നമ്മൾക്ക് എങ്ങനെയോ ജീവൻ ബാക്കി കിട്ടി. നമ്മളെല്ലാരും ജീവനോടുള്ളത് മാമനാണ്. മാമ എന്റെ ഹീറോ, എന്റെ സൂപ്പർ ഹീറോ ആണ് എന്റെ മാമൻ. എന്റെ മോനെ ഷിൻചാനെ, ഐ ലവ് യുടാ ചക്കരെ.
മാമനൊന്ന് പോയി കുളിക്കട്ടെ ഇനി. ഷിൻചാനെ, നീ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറ നമ്മളെല്ലാരും സേഫ് ആണെന്ന്. ഗൈസ് നിങ്ങളുടെ ഒറ്റ സപ്പോർട്ടിലാണ് ഗൈസ് ഞങ്ങൾ ഇന്ന് ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഗൈസ്. ബൈ ഗൈസ്.